നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. മണ്ണറിഞ്ഞ് കൃഷി ചെയ്യണം, 100 മേനി വിളവെടുക്കാം. ശാസ്ത്രീയ മണ്ണ് പരിശോധനയുടെ വിജയരഹസ്യം. കൃഷിയാണ് നമ്മുടെ നാടിൻ്റെ നട്ടെല്ല്. മണ്ണാണ് കൃഷിയുടെ ഈറ്റില്ലം. വിളകളുടെ ശരിയായ വളർച്ചാ ഘട്ടങ്ങൾക്ക് അനുസരിച്ച് ശാസ്ത്രീയമായ കൃഷി അറിവുകൾ നൽകുന്നതിലൂടെ കർഷകർക്ക് നല്ല കാർഷിക ഉൽപ്പാദനവും വരുമാനവും ഉറപ്പാക്കാം. ഭൂമി നമ്മുടെ പെറ്റമ്മയും മണ്ണ് നമ്മുടെ പോറ്റമ്മയുമാണ്. മണ്ണില്ലാതെ ശരിയായ കൃഷിയില്ല. മണ്ണിനെ അറിഞ്ഞുള്ള തഴുകലും തലോടലും മണ്ണിൻ്റെ മാനസിക നില കൃത്യമായിട്ടറിയുന്നതിനുള്ള പരിശോധനയും അതിലൂടെയുള്ള ജൈവ ജീവാണു രാസവളപ്രയോഗവുമാണ് നല്ല വിളവിൻ്റെ വിജയതന്ത്രം. മണ്ണിനെ അടിസ്ഥാനമാക്കിയുള്ള മണ്ണ് പരിവേഷണ പഠനത്തിലൂടെ ഉരുത്തിരിച്ചെടുക്കുന്ന വിശദമായ മണ്ണ് പരിവേഷണ പഠന വിവരണം, ഭൂവിനിയോഗ ആസൂത്രണ റിപ്പോർട്ടുകൾ, നീർത്തട വിവര ഭൂപടങ്ങൾ എന്നിവ കൃഷി ആസൂത്രണത്തിൻ്റെ അടിസ്ഥാന രേഖയാണ്. മണ്ണ് ഭൂഗർഭ ജലത്തിൻ്റെ മികച്ച സംഭരണിയാണ്. ഹരിതഗൃഹ പ്രഭാവ ദോഷം ശമിപ്പിക്കാൻ കാർബണിനെ ശേഖരിച്ചു വെക്കുന്നത് മണ്ണാണ്. മണ്ണ് ജൈവാംശത്തിൻ്റെ പത്തായമാണ്. ചെടികൾ വളരുന്നതിനാവശ്യമായ ഉത്തമ ഘടകങ്ങൾ ഉള്ള മണ്ണിൽ നിന്നാണ് നല്ല വിളവ് കിട്ടുക. ഇവിടെയാണ് ശാസ്ത്രീയമായ മണ്ണാരോഗ്യ പരിപാലനത്തിൻ്റെ പ്രസക്തി വരുന്നത്. സംസ്ഥാന മണ്ണ് പരിവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പിൻ്റെ കീഴിലുള്ള 2 പ്രധാന വിഭാഗങ്ങളാണ് സോയിൽ സർവേയും, അതായത് മണ്ണ് പരിവേഷണം, സോയിൽ കൺസർവേഷനും, അതായത് മണ്ണ് സംരക്ഷണം. കൃഷി എന്ന വലിയ ചട്ടക്കൂടിൻ്റെ അടിത്തറയിടേണ്ടത് നല്ല മണ്ണിലാണ്. നല്ല കാർഷിക മുറകൾ, ജൈവവളത്തിൻ്റെ കൂടിയ ഉപയോഗം, രാസവളത്തിൻ്റെ കൃത്യമായ തോതിലുള്ള പ്രയോഗം എന്നിവ ഉറപ്പാക്കുന്നതാണ് യഥാർത്ഥ കൃഷിയുടെ വിജയരഹസ്യം. മണ്ണിൻ്റെ മായാപ്രപഞ്ചത്തിനെ ശാസ്ത്രീയമായ പഠനത്തിലൂടെ തിരിച്ചറിഞ്ഞ് ഒരേ സ്വഭാവത്തിലുള്ള വിവിധ മണ്ണ് ശ്രേണികൾ തിരിച്ചറിയുകയും മണ്ണിൻ്റെ സ്വഭാവ മഹിമകൾ, സ്വഭാവ പരിമിതികൾ, മണ്ണിൻ്റെ ഘടന, മണ്ണിൻ്റെ നിറവ്യത്യാസം, മണ്ണിൻ്റെ നിലവാരം, അമ്ലത, നിർവീര്യത, ക്ഷാരത, മണ്ണിലെ പ്രധാന മൂലകത്തോത്, മണ്ണിലെ ദ്വിതീയ മൂലകത്തോത്, മണ്ണിലെ സൂക്ഷ്മ മൂലകത്തോത് എന്നിവയെല്ലാം വിശദമായ മണ്ണ് പരിവേഷണ പഠനത്തിൻ്റെ ഭാഗങ്ങളാണ്. മണ്ണിൻ്റെ പ്രാധാന്യം ആഗോളതലത്തിൽ വിളിച്ചറിയിക്കാനായി 2014 മുതൽ ഐക്യരാഷ്ട്രസഭ നേതൃത്വത്തിൽ ഡിസംബർ 5 ലോക മണ്ണ് ദിനമായി കൊണ്ടാടുകയാണ്. കർഷകർക്ക് 1 ഇഞ്ച് ഭൂമിയിൽ നിന്ന് കിട്ടാവുന്നത്ര പരമാവധി വിളവും വരുമാനവും ഉറപ്പാക്കുന്നതിനുള്ള നൂതന സാങ്കേതിക ഡിജിറ്റൽ കാർഷിക വിദ്യകളാണ് ഇന്നാവശ്യം. കാർഷിക പദ്ധതികൾ നീർത്തടത്തെ ആധാരമാക്കി ആസൂത്രണം ചെയ്താൽ കൃഷി, മണ്ണ്, ജലം, പരിസ്ഥിതി എന്നിവയുടെ ആകമാന സുസ്ഥിരതയിലൂടെയുള്ള നേട്ടത്തിൻ്റെ മാധുര്യം കർഷകർക്ക് നുകരാം. ഇവിടെയാണ് സോയിൽ സർവേയുടെ കാലിക പ്രസക്തി കടന്നു വരുന്നത്. പ്രകൃതിയുടെ നാഡീമിടുപ്പും മണ്ണിൻ്റെ ജീവിതതാളവും ജലത്തിൻ്റെ തെളിമയും പിഴയ്ക്കാത്ത നാട്ടറിവുകളും കാലം തെറ്റാത്ത ഞാറ്റുവേലകളും ആധാരമാക്കിയ പാരമ്പര്യ കൃഷിരീതികളെ ആധുനിക കാർഷിക മാർഗങ്ങളുടെ കൂടെ നിർത്തിയുള്ള ഒരു സമരസപ്പെടലാണ് നല്ല കാർഷിക മുറകൾ. നമ്മുടെ മണ്ണ് മികച്ച കാർബൺ ശേഖരണ പത്തായവും മികച്ച ജലസംഭരണിയുമാണ്. ആവാസ വ്യവസ്ഥയിലെ ആകെ കാർബണിൻ്റെ 80% നമ്മുടെ മണ്ണിനകത്താണുള്ളത്. മണ്ണ് പരിവേഷണ പഠനത്തിൻ്റെ പ്രത്യേക പദ്ധതികളിൽ കാർബൺ തുല്യത പഠനവും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സോയിൽ സർവേയുടെ വിവിധ ജില്ലാ ഓഫീസുകളിലും മണ്ണ് വിശകലന ലബോറട്ടറികളിലും കർഷകർക്ക്, പൊതുജനങ്ങൾക്കും ഗവേഷണ വിദ്യാർത്ഥികൾക്കും കിട്ടാവുന്ന സേവനങ്ങൾ നിരവധിയാണ്. ഓരോ ജില്ലയിലെയും ആസൂത്രണ പരിപാടികൾക്കുള്ള പരിവേഷണങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള അടിസ്ഥാന പ്രമാണവും വിനിയോഗിക്കാവുന്ന വിവിധ പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാതല മണ്ണ് ഭൂപടങ്ങൾ, നീർത്തട ഭൂപടങ്ങൾ, മറ്റ് വിവിധ വിവര ഭൂപടങ്ങൾ എന്നിവ ആവശ്യക്കാർക്ക് സർക്കാർ നിശ്ചയിച്ച ഫീസ് അടച്ചാൽ ലഭിക്കുന്നതാണ്. വിവിധ പേപ്പർ അളവിലുള്ള കണക്ക് ഈ വിധമാണ്. PDF രൂപത്തിലുള്ള A0 3600 രൂപ, A1 3000 രൂപ, A2 2200 രൂപ, A3 1500 രൂപ, A4 500 രൂപ എന്നിങ്ങനെയാണ് ഫീസ് നിരക്ക്. അപേക്ഷ നൽകി ആവശ്യമായ തുകയടച്ച് 15 പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ അപേക്ഷകന് സേവനങ്ങൾ ലഭിക്കുന്നതാണ്. ഡിജിറ്റൽ രൂപത്തിലുള്ള ഷേപ്പ് ഫയൽ, KML, തീമാറ്റിക് ലെയർ എന്നിവയുടെ ഭാഗമായ പോയിന്റ് ലെയർ അസറ്റുകൾ, റോഡ്, റെയിൽവേ ശൃംഖലാ വിവരം, ജലനീർവാർച്ച ശൃംഖലാ വിവരം, മണ്ണ് പോളിഗൺ, മണ്ണിൻ്റെ ഫലപുഷ്ടിയുള്ള വിവരങ്ങളടങ്ങിയ പോളിഗൺ, കഡസ്ട്രൽ ഭൂപടം, സൂക്ഷ്മ നീർത്തട പോളിഗൺ ഭൂക്ഷമത, ജലസേചന അനുയോജ്യത, വിവരമൺ പോളിഗൺ, സോയിൽ സർവേ ഭൂവിഭവ റിപ്പോർട്ടുകൾ, മറ്റ് പ്രത്യേക പഠന റിപ്പോർട്ടുകൾ എന്നിവയുടെ കോപ്പി PDF രൂപം, വിവിധ പഞ്ചായത്ത് തല മണ്ണ് പരിവേഷണ റിപ്പോർട്ടുകൾ, ഭൂപടങ്ങൾ, ജില്ലാതല മണ്ണ് പരിവേഷണ റിപ്പോർട്ടുകൾ, ഭൂപടങ്ങൾ, മണ്ണ് ശ്രേണി റിപ്പോർട്ടുകൾ, ഭൂപടങ്ങൾ, കേരളത്തിലെ ബെഞ്ച് മാർക്ക്,
മണ്ണിനങ്ങളുടെ പുസ്തകം, മറ്റ് പ്രത്യേക പഠന റിപ്പോർട്ടുകൾ, കേരള നീർത്തട അറ്റ്ലസുകൾ തുടങ്ങിയവ അപേക്ഷയും നിശ്ചിത ഫീസും അടച്ച് 30 പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ ലഭിക്കുന്നതാണ്. ഇതിനു പുറമെ മണ്ണ് പരിവേഷണ വിഭാഗത്തിൻ്റെ വിവിധ ജില്ലകളിലുള്ള മണ്ണ് വിശകലന ലബോറട്ടറികളിൽ നിന്ന് കർഷകർക്ക് അവരുടെ മണ്ണ് സാമ്പിളുകൾ നേരിട്ട് ശേഖരിച്ച് കൊണ്ടുവന്ന് നിശ്ചിത ഫീസടച്ച് പരിശോധിക്കാനും കൃഷിഭവൻ മുഖാന്തരമോ പ്രത്യേക പദ്ധതി പ്രകാരമുള്ള സൗജന്യ മണ്ണ് പരിശോധനാ സാധ്യതകളും ലാബിൽ നിന്ന് ലഭ്യമാണ്. മണ്ണ് പരിവേഷണ പഠനത്തിൻ്റെ ഭാഗമായിട്ടുള്ള മണ്ണ് സാമ്പിൾ, മണ്ണ് ശ്രേണി പഠനത്തിൻ്റെ ഭാഗമായിട്ടുള്ള മണ്ണ് വിശകലനം എന്നിവയും വിവിധ ലാബുകളിൽ നടന്നുവരുന്നു. ഇതിനു പുറമെ കർഷകരുടെ തോട്ടങ്ങളിലെ മണ്ണ് സാമ്പിൾ പരിശോധിച്ച് തയ്യാറാക്കുന്ന മണ്ണാരോഗ്യ കാർഡുകൾ കർഷകർക്ക് മണ്ണറിഞ്ഞ് കൃഷി ചെയ്യാൻ സഹായകമാണ്. കൃഷിഭവനുമായി സഹകരിച്ച് മണ്ണ് പരിവേഷണ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ വിവിധ പഞ്ചായത്തുകളിലെയും ബ്ലോക്കുകളിലെയും മണ്ണ് സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധിക്കുന്നതിനായി സംസ്ഥാന വ്യാപകമായി ക്യാമ്പയിനുകൾ നടത്തിവരുന്നു. ഇതല്ലാതെ കർഷകരുടെ കൃഷിയിടങ്ങളിൽ സോയിൽ സർവേ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ മാതൃക പരീക്ഷണ കൃഷിത്തോട്ടം പദ്ധതിയും നടപ്പിലാക്കി വരുന്നു. ഇതിലൂടെ കർഷകരുടെ തനതായ കാർഷിക മുറകൾ, മണ്ണ് പരിപാലന മുറകൾ എന്നിവയെ സോയിൽ സർവേയുടെ മണ്ണ് വിശകലനത്തിനനുസരിച്ചുള്ള മണ്ണാരോഗ്യ പരിപാലനവുമായി താരതമ്യം ചെയ്യാനും കർഷകർക്ക് ശാസ്ത്രീയമായ രാസവള പ്രയോഗവും ജൈവവള പ്രയോഗവും വഴി മികച്ച വിളവും വരുമാനവും ലഭിക്കുന്നു. ഇതിനു പുറമെ സർക്കാർ തലത്തിലുള്ള വിവിധ പ്രദർശന മേളകളിൽ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കർഷകർക്ക് മണ്ണറിവ് പ്രദർശനവും ഉണ്ടാവാറുണ്ട്. മണ്ണിൽ വിജ്ഞാനം നുകരാൻ തിരുവനന്തപുരത്ത് പാറോട്ട് കോണത്ത് കേന്ദ്ര മണ്ണ് വിശകലന ലാബിനോട് ചേർന്ന് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സോയിൽ സർവേ വിഭാഗത്തിൻ്റെ ഒരു മണ്ണ് പ്രദർശനശാലയുണ്ട്. മണ്ണിനെ അറിയാം മൊബൈലിലൂടെ മാം എന്ന മൊബൈൽ ആപ്പ് വഴി മണ്ണിൻ്റെ പോഷകനില വേഗത്തിൽ അറിയാനും സാധിക്കും. ഇതുകൂടാതെ സോയിൽ സർവേക്ക് സഞ്ചരിക്കുന്ന ഒരു മണ്ണ് പരിശോധന ലബോറട്ടറിയുമുണ്ട്. മണ്ണ് പരിവേഷണവും മണ്ണ് സംരക്ഷണവും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. മണ്ണിൻ്റെ ശാസ്ത്രീയമായ പരിരക്ഷ വഴി ജലരക്ഷയും ഭക്ഷ്യസുരക്ഷയും പരിസ്ഥിതി രക്ഷയും അന്തിമമായി ഒരു നാടിൻ്റെ കൃഷിരക്ഷയും ഉറപ്പാക്കാം. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.